ഹലോ ഗൈസ്, ഞാൻ ചെയ്യാൻ പോണത് എൻ്റെ ഒരു ചൂണ്ടയുണ്ട്, അതിൻ്റെ തീറ്റയുണ്ട്. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ മീനെ പിടിക്കാനായിട്ട് നമ്മുടെ തോട്ടിലോട്ട് പോവുകയാണ്. ഇനി മീൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ പച്ചച്ചോറ് തിന്നേണ്ടി വരും, കറിയൊന്നും ഇല്ലാതെ തിന്നേണ്ടി വരും. അല്ലെങ്കിൽ മീൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ആ മീനെ കറി വെച്ച് ചോറ് തിന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ തോട്ടിലോട്ട് പോവാം. ഇതാണ് തീറ്റ, നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ട് തീറ്റ ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ തോട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ചൂണ്ട മേടിക്കാൻ പോയപ്പോൾ എൻ്റെ ഫ്രൂട്ട് സലാഡ് കൂടി വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് അതും ചീമി കണ്ടങ്ങോട്ട് പോവാം. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ തോടുള്ളത്. അപ്പോൾ അവിടെ മീനി ചാടണം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ കൂടിയാണ് നമ്മൾ നടന്നു പോണത്. ആ ബാക്കിൽ വീട്, വീടിൻ്റെ ഫ്രണ്ടിലോട്ടൊരു തോടുണ്ട്, അവിടെയാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ ഇരയിടുകയാണ്. കിടക്ക് കിട്ടാറുണ്ട്, എനിക്ക് സ്ഥിരം മീനെ കിട്ടാറൊന്നുമില്ല. എന്നാലും നമുക്ക് നോക്കാം. ആദ്യത്തത് ഞാൻ എൻ്റെ ഇടുവാണ്. ഇത് കിട്ടുമോ നോക്കാം. കിട്ടിയില്ല, എൻ്റെ തീറ്റയും കൊണ്ടുപോയി. നമുക്ക് അടുത്തതിടാം. കൺമണി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചറവറാന്ന് മീനെ പിടിച്ചേനെ. കൺമണി മീനെ പിടിക്കാനായിട്ട് എക്സ്പെർട്ടാണ്. ഞാൻ 1 മണിക്കൂറൊക്കെ നോക്കുകയുള്ളൂ. അത്രയും നേരം എനിക്ക് ക്ഷമയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് ക്ഷമയൊന്നുമില്ല, ഞാൻ വീട്ടിൽ പോകും. അത് തന്നെ ഭയങ്കര കൂടുതലാണ്. മീൻ കിട്ടിയില്ല, നമ്മൾ മീനില്ലാണ്ട് ചോറ് തിന്നും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കിന്ന് മീൻ വേണം. കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പുറത്തെത്തിയേക്കാണ്. അപ്പുറത്തെ കരയിൽ ഞാൻ ഇപ്പുറത്ത് വന്നിരിക്കണം. അവിടെ ഇട്ടിട്ടൊരു രാശിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് നോക്കാം. ഇവിടെയാണ് മീൻ ചാടണം കൂടുതലും. അപ്പോൾ ഇവിടെ നിന്നിട്ടാൽ കിട്ടുമോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഞാൻ അവിടെ കുറേ നേരം ചൂണ്ടയിട്ട്, പക്ഷേ അവിടെ ഒന്നും കൊത്തുന്നില്ല, ഒരു രക്ഷയില്ല. നമുക്ക് അപ്പുറത്തൊരു തോടുണ്ട്, അങ്ങോട്ട് പോവാം. അവിടെ മീൻ കൊത്തുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അവിടെ നിന്നാണ് കൂടുതലും കിട്ടാറ്. നമുക്ക് ഞാൻ തോട്ടിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത തോട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിറച്ച് മീനുള്ളൊരു തോടാണ്. ദിവസം ഞാനും കൺമണിയും കൂടി ഇവിടെ നിന്ന് ഒരു ചട്ടി നിറച്ച് മീൻ പിടിച്ചാണ്. അണ്ടികളിൽ ഒരു 10-12 എണ്ണമെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അന്ന്. അന്നൊരു 3 മണി വൈകുന്നേരം ടൈമായിരുന്നു. അപ്പോൾ കുറേ കിട്ടി ഞങ്ങൾക്ക്. ഞങ്ങൾ രണ്ടും കൂടി മത്സരിച്ചായിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെയും കിട്ടുന്നില്ല ഗൈസ്. ഇനി നമ്മൾ നേരെ പാടത്തോട്ട് പോകണം. അപ്പുറത്തൊരു കണ്ടമുണ്ട്. ആ കണ്ടത്തിൻ്റെ സൈഡിൽ തോടുണ്ട്. അവിടെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് വരാം. ഞാൻ വിചാരിച്ച പോലെ അല്ല ഗൈസ്, ഇവിടുത്തെ വെള്ളമൊക്കെ ആകെ ശോകമായി കിടക്കുകയാണ്. ഇങ്ങനെ അല്ലായിരുന്നു നേരത്തെ. ഇതാണ് ഗൈസ് പാടം. ഇവിടെ ആക്ച്വലി കരിമീനൊക്കെ ഉണ്ട്, പക്ഷേ അത് വളർത്തുന്നതാണ്. അങ്ങനെ നമുക്ക് പിടിക്കാനൊന്നും പറ്റത്തില്ല. അത് കാരണം ഞാൻ ഈ തോട് ലക്ഷ്യം വെച്ചാണ് വന്നത്. പക്ഷേ നേരത്തെ പോലെയല്ല, ഇവിടെ വെള്ളമൊന്നുമില്ല. എന്ത് പറ്റിയാവോ, എല്ലാം വെള്ളം വറ്റി. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു. മീൻ അടിയിൽ കിടന്ന് നമുക്ക് കാണാൻ പറ്റും, അത്രയ്ക്ക് ക്ലിയർ വെള്ളമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല, ഇങ്ങനെ ആയിട്ടുണ്ട്. ഹായ്. ഞാൻ പോണ അമ്മക്ക് സുഖമില്ലാണ്ടേ ഹോസ്പിറ്റലായിരുന്നു. അമ്മക്കേ ഒരു മാസമായി വണ്ടാനത്തായിരുന്നു. കയ്യിലെന്താ പറ്റി? ഇന്ന് മീൻ തിന്നാനുള്ള ഭാഗ്യം. ഗൈസ്, അവിടെ ഒരു വരാല്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഞാൻ വെറുതെ നമ്പർ ഇടുവാണെന്ന്. പക്ഷെ കാണാൻ പറ്റത്തില്ല ഫോണിൽ. പക്ഷെ ഈ മീനൊന്നും, ഈ തീറ്റയൊന്നും വരാൽ പിടിക്കത്തില്ല. അത് ഓടിപ്പോയി. സംഭവം മീൻ ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ കൊണ്ടുവന്നൊക്കെ തീറ്റ പറ്റത്തില്ല. അതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. സംഭവം ഇവിടെ നിന്ന് മീനെ പിടിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ മീനെ പിടിക്കാൻ വന്ന സ്ഥിതിക്ക് ഒരെണ്ണമെങ്കിലും നമ്മൾ പിടിക്കണമല്ലോ. കരിമീൻ കിട്ടിയാൽ നമ്മളിന്ന് കരിമീൻ പപ്പാസ് നോക്കും. കരിമീൻ കിട്ടണം. പക്ഷേ
പക്ഷെ ഇവിടെ നല്ല വൈബാണ്. വെയിലുണ്ടെങ്കിലും ചൂട് അങ്ങോട്ട് അറിയുന്നില്ല, നല്ല കാറ്റുണ്ട്. ഇതിലും നല്ലത് ആ തീറ്റ എല്ലാം കൂടി എടുത്ത് വെള്ളത്തിലേക്ക് ഇടിയാണ്. മീന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈശ്വരാ, ഇതിലൊരെണ്ണം കിട്ടണേ. ഇതെന്താന്ന് വെച്ചാൽ കുഞ്ഞു പള്ളത്തിയാണ്. ഈ വന്ന് കുണുകുണുകുണുകുണു കൊത്തിയിട്ട് തീറ്റയുടെ അറ്റത്തും അപ്പറേ ഇപ്പറയൊക്കെ കൊത്തി പണ്ടാടങ്ങാനായിട്ട് അതെല്ലാം കൂടി വലിച്ചുകൊണ്ട് പോവുകയാണ്. അയ്യോ, കിട്ടി 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 കിട്ടി. ഗൈസ്, എനിക്കൊരു ചെറിയ പള്ളത്തിന് കിട്ടി. ഇതാണ് എനിക്ക് കിട്ടിയ കുഞ്ഞു പള്ളത്തി. പക്ഷെ ഇതിനെ ഞാൻ അങ്ങോട്ട് തന്നെ ഇടാം. അങ്ങനെ എനിക്കൊരു മീൻ കിട്ടി ഗൈസ്. മീൻ പിടിക്കാൻ വന്നാൽ നമ്മൾ പിടിക്കും. പക്ഷെ അത് കുഞ്ഞതായിരുന്നു, അതിനെ ഞാൻ അങ്ങോട്ട് തന്നെ ഇട്ട്. ഒരു കുഞ്ഞു പള്ളത്തിന് കിട്ടിയിട്ട് ഞാനതുകൊണ്ട് എന്താക്കാനാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഗൈസ് പാടത്തേക്ക് വെള്ളം ഇറക്കാനും കയറ്റാനും വെക്കുന്ന പത്താഴം. ഇവിടെ കൂടിയാണ് വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കണത്. നമുക്ക് മീനൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. നമുക്ക് പച്ചച്ചോറ് വാരി തിന്നാനാണ് ഭാഗ്യം തോന്നുന്നത്. അപ്പോൾ ഇന്ന് ഈ തീറ്റയും കൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കൺമണീനെ വിളിച്ചിട്ട് ഞാൻ മീനെ പിടിക്കാൻ പോവുകയാണ്. കുറേ മീനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കറി വെച്ച് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗീർവാണമൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ്. പക്ഷേ ഒന്നിനെ എനിക്ക് കിട്ടിയില്ല ഗൈസ്. ഇന്ന് എന്നെ കളിയാക്കി കൊല്ലും. ഗൈസ്, ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്. എൻ്റെ ബില്ലിക്കൂട്ടൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് ഇതുവരെ എന്നെ കണ്ടിട്ടില്ല. ഇന്നലെ ഒന്നും ഇവിടെ ഉണ്ടായില്ല. ഇന്നെവിടെയോ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ബില്ലി, മണ്ണോർക്കട. ക്ഷീണിച്ചു വന്ന് കിടക്കുവാണ്. നല്ല വർക്ക് ഉണ്ടായെന്ന് തോന്നണം, അതിൻ്റെ ക്ഷീണമായിരിക്കും. വിശപ്പൊന്നും ഇല്ലെന്ന് തോന്നണം, കാരണമൊന്നുമില്ല. മീൻ കിട്ടിയിരുന്നെങ്കിൽ മീനിൻ്റെ തലയൊക്കെ ഇവന് കൊടുക്കാമായിരുന്നു. ആ ചെറിയ മീനെ കളയണ്ടായിരുന്നു. അതിനാ ഇവന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവന് കൊടുക്കാമായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രമങ്ങളൊക്കെ പാളിപ്പോയി. അപ്പോൾ ഗൈസ്, നേരത്തെ പറഞ്ഞ പോലെ ഞാനിതാ കറിയൊന്നും ഇല്ലാണ്ട് ചോറ് തിന്നാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മീനൊന്നും ഇല്ലാണ്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞ് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ മീൻ പിടിച്ചതിന് സമയം, അപ്പുറത്തെ ചെക്കനായിരുന്നെങ്കിലേ ഇപ്പോൾ കുറേ മീൻ പിടിച്ചതിനെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, നമുക്ക് മീൻ കിട്ടിയില്ല. അതിന് അതിനൊരു സ്കില്ല് വേണം. എനിക്ക് ഇത്തിരി കുറവാണ്. അപ്പോൾ നമ്മളതേ കറിയൊന്നുമില്ലാതെ ചോറ് തിന്നാനുള്ള പരിപാടിയിലാണ്. ഇതിവിടെ ഒരു മീൻ പൊരിച്ചത് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഒരെണ്ണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഈ സ്ഥലത്തായിട്ട് മീൻ പൊരിച്ച് വെക്കാമായിരുന്നു നമുക്ക്. എന്ത് ചെയ്യാനാണ്, ഞാൻ കുക്കറിലിട്ടാണ് അടിച്ചത്. അപ്പം ഇത്തിരി വെന്ത് പോയി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിന്നാൻ പറ്റി. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ പച്ചയായിട്ട് വാരി തിന്ന്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വേറൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബായ്.